Hello guys, welcome to Cooking Diaries. ഹായ് ഓൾ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ ആയാൽ പിന്നെ കേക്കിൻ്റെ സീസൺ ആണല്ലേ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നല്ല ടേസ്റ്റുള്ളൊരു കേക്ക് തന്നെയാണ് കേട്ടത്. ഇപ്പം കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ അതേപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓവൻ്റെ ബീറ്ററിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. റെസിപ്പി കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. എന്നിട്ട് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാനിതാ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 400 ഗ്രാം വെയിറ്റ് വരും കേട്ടോ. അപ്പം ഇനി ഇത് നമുക്ക് പുറത്തത്തെ ഈ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പം ക്യാരറ്റ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴേ നമുക്ക് തൊലി ഇതേപോലെ ഒന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടി ചതഞ്ഞ് പോവുകയൊക്കെ ചെയ്യാവും. അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ ഒരു പീലർ വെച്ചിട്ട് പീൽ ചെയ്തെടുക്കാം. പിന്നെ അതാ ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഗ്രേറ്റ് ചെയ്തെടുക്കുക തന്നെ വേണം. കാരണം നമുക്ക് നന്നായിട്ട് ചെറുതായിട്ട് കിട്ടണം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഗ്രേറ്റ് ചെയ്യണ പോലെ കിട്ടൂല. അപ്പം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ 4 ക്യാരറ്റും തൊലി കളഞ്ഞിട്ട് കേക്ക് വൃത്തിയാക്കി എടുത്തിട്ട് മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ അത് ഷുഗർ ക്യാരമലിൽ ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി റെഡിയാക്കി എടുക്കാനുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ്. ഇപ്പം ഞാനിവിടെ ഒരു 15 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും നമുക്ക് ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പം ഡേറ്റ്സ് എടുക്കുമ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഹാർഡായിട്ടുള്ളത് എടുക്കുകയാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതാ ഡേറ്റ്സ് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് മാറ്റി വെക്കാം. ഒരു അര ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കിതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം. 125 ഗ്രാം പഞ്ചസാരയാണ് കേട്ടോ. അപ്പം ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുക. അപ്പം ഈ ഒരു സമയത്തൊക്കെ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഫസ്റ്റൊക്കെ ഒന്ന് കുറച്ച് കട്ട പിടിച്ച പോലെയൊക്കെ തോന്നും, കുഴപ്പമില്ല. നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഈ ഒരു പരിപാടി എനിക്ക് എപ്പോഴും ടെൻഷനുള്ളൊരു കാര്യമാണ്. കരിഞ്ഞു പോവുമോ, ടേസ്റ്റ് മാറുമോ എന്നുള്ളൊരു. കാരണം കുറച്ചൊന്നിട്ട് കരിഞ്ഞു പോയാൽ തന്നെ നമ്മൾ ആ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറും. അപ്പോൾ അതാ ഷുഗറിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയമായാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ. പിന്നെ നമ്മൾ ഈ ഒരു സമയത്ത് ഒരു ഗ്ലാസ് ചൂടുള്ള വെള്ളം റെഡിയാക്കിയിട്ട് എടുത്ത് വെക്കണം. അപ്പം കളറൊന്ന് മാറി വരുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കാനാണ് കേട്ടോ. അപ്പം അത് നമ്മൾ ആദ്യം റെഡിയാക്കിയിട്ട് എടുത്ത് വെക്കുക. അല്ലെങ്കിൽ കളർ ചേഞ്ചായി തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ വെള്ളം എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ക്യാരമലാകെ കരിഞ്ഞു പോവും. എന്നിട്ട് ഇതേപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി തുടങ്ങിയാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. അപ്പം പച്ചവെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊട്ടിത്തെറിക്കും, മേലൊക്കെ ആവും. അപ്പം ചൂടുവെള്ളം ആയാലും ചെറുതായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു ക്യാരറ്റും ഈ ഒരു ക്യാരമലിൽ വറ്റിച്ചെടുക്കാം കേട്ടോ ചെയ്യണത്. ആ സമയം കൊണ്ട് നന്നായിട്ട് ക്യാരറ്റ് കുക്കായിട്ട് വരികയും ചെയ്യും. ആ സമയം ക്യാരറ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതാ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് തന്നെ ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇത് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചെടുത്തതാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ 4 ഏലക്കായ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 3 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കേക്ക് കഴിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം കഴിക്കാൻ ഇഷ്ടമുണ്ടോ അത്രത്തോളം ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ക്യാരറ്റും മുന്തിരിയും ഒക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം.
അപ്പോൾ അത് നന്നായിട്ട് വെള്ളം വറ്റി വരുമൊന്നും വേണ്ട. ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പം നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പം ഇനി ഇതൊന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരിച്ചെടുക്കാനുള്ളതൊക്കെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേറെ ഒരു അരിപ്പയിലേക്ക് 250 ഗ്രാം മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കണം. മുഴുവനായിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം കയ്യിൽ വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പം സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സും കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കണം. ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ആണോ ഇഷ്ടം അതെല്ലാം ചേർത്ത് കൊടുക്കുക. ഏതൊക്കെ ചേർത്ത് കൊടുക്കണം നമ്മുടെ ഓരോരുത്തരെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ടൂട്ടി ഫ്രൂട്ടി കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ കേക്ക് നല്ല കളർഫുള്ളായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം ഞാനിപ്പം ടൂട്ടി ഫ്രൂട്ടി ഒന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് ഡേറ്റ്സ് കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പം ടൂട്ടി ഫ്രൂട്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് ഇത്രയും ആവശ്യമില്ല. അപ്പം ഇത് നന്നായിട്ട് മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇനി കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡി ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഡയറക്റ്റ് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് താന്നു പോകും. നമുക്ക് കേക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പം ഇനി ഇതും മാറ്റി വെക്കാം. പിന്നെ നമുക്ക് 1/2 ഗ്ലാസ് പഞ്ചസാര ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ഏലക്ക, 4 ഗ്രാമ്പു, 3 കഷ്ണം പട്ട, പിന്നെ ചെറിയൊരു ജാതിക്കൻ്റെ കഷ്ണം, ജാതിക്ക കുരുവിൻ്റെ ചെറിയൊരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. അതും മാറ്റി വെക്കുക. ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 4 മുട്ട എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുത്താൽ പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇത് മുഴുവനായിട്ട് കൊള്ളുന്നൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ മൈദയും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് ആ ഒരു ഇത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ മുട്ടൻ്റെ മിക്സും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം വിസ്ക് വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം സ്പൂൺ വെച്ചിട്ട് ഒട്ടും കട്ടയൊന്നും ഇല്ലാണ്ട് മുഴുവനായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ കുറച്ചൊക്കെ കുറഞ്ഞു പോയാലും കൂടാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ചറേ മൊത്തത്തിൽ മാറും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ക്യാരറ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതാണ് നമ്മൾ ഈ കേക്കിനൊരു കളറ് കൊടുക്കുന്നത്. അപ്പം ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളത് റൂം ടെമ്പറേച്ചറിലായി എന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മുട്ടയാണെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ ഉപയോഗിക്കരുത്. അതും കുറച്ച് സമയം പുറത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലായിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഈ ഒരു കേക്കിൽ ക്യാരറ്റൊക്കെ കൂടുതലായിട്ട് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ പേപ്പറൊക്കെ വെച്ചിട്ട് ഓയിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പം കേക്ക് ഉണ്ടാക്കുന്ന ഈ ഒരു പാത്രം ചെറുതായതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയൊരു ബാറ്റർ മുഴുവൻ ഇതിൽ കൊള്ളുന്നില്ല കേട്ടോ. അപ്പം കൊള്ളുന്നത്രയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പം കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ.
അപ്പം ഇനിയിപ്പോൾ അത് ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ബേക്ക് ചെയ്തെടുക്കാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഓവൻ ഉണ്ടെങ്കിൽ അങ്ങനെ ബേക്ക് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമുക്കൊരു പാത്രം നന്നായിട്ട് ചൂടാക്കിയിട്ട് 10 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിലൊരു സ്റ്റാൻഡ് വെച്ചിട്ട് ഇത് അതിൽ ഇറക്കി വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. കേക്കിൻ്റെ റെസിപ്പീസ് കൂടുതലൊന്നും നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ മുൻപ് പഴം കൊണ്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിരുന്നു. പിന്നെ നമ്മുടെ അംഗനവാടിയിൽ പോഷന്മ പരിപാടി ഉണ്ടായപ്പം അതിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമൃതം പൊടി കൊണ്ടുള്ള കേക്ക് ഉണ്ടാക്കി അതിൻ്റെ റെസിപ്പിയും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ 2 വീഡിയോസ് ഇതിൻ്റെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. പുതിയ വീഡിയോ ഞങ്ങൾ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.